സംസ്ഥാനത്ത് ലഹരിക്കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടികൾ കടുപ്പിക്കുമ്പോഴും തലപ്പത്തെ കച്ചേരിയിൽ ആളില്ലാതെ എക്സൈസ് വകുപ്പ്. എക്സൈസ് കമ്മീഷണർ തസ്തിക 3 മാസമായി ഒഴിഞ്ഞുകിടക്കുകയാണ്. ഭരണമാറ്റത്തിന് പിന്നാലെ വകുപ്പിലെ താഴെത്തട്ടിൽ കൂട്ടസ്ഥലമാറ്റവും തകൃതിയായി തുടരുകയാണ്. വിവരങ്ങളുമായി KB ശ്യാമപ്രസാദ് ചെയ്യുന്നുണ്ട്. ശ്യാം, നമ്മൾ പറഞ്ഞ നാവെടുത്തില്ല, നമ്മൾ അഭിനന്ദിക്കുകയായിരുന്നു ഈ ആഭ്യന്തര വകുപ്പിനെ. എന്തായാലും അവിടെ ഓപ്പറേഷൻ സീറോ അടക്കം വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച പദ്ധതികൾ വരുമ്പോൾ ഈ നടപ്പിലാക്കാൻ ഒരു തല വേണ്ടേ? തലപ്പത്തെ കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒപ്പം ഒരുപാട് അതെ, ഈ ആളില്ലാ കസേരകൾ എങ്ങനെ ഇതൊക്കെ നടപ്പിൽ വരുത്തും എന്നുള്ളതാണ് അല്ലേ അശ്വതി? ശ്യാം. അശ്വതി രോഹിണി, സംസ്ഥാനത്ത് ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുമ്പോഴാണ് പ്രധാനമായും ഈ എക്സൈസിൻ്റെ തലപ്പത്ത് തന്നെ പ്രധാനപ്പെട്ടൊരു മേധാവി ഇല്ലാതെ കുഴങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും 3 മാസമായി ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾക്കെതിരെ പിടിമുറുക്കുമ്പോഴും ഇത്തരത്തിൽ ഒരു ഔദ്യോഗികമായ തീരുമാനങ്ങൾ എടുക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനില്ലാതെ മാറിയിട്ട് 3 മാസങ്ങൾ പിന്നിടുന്നു. പ്രധാനമായും മുൻ മാർച്ചിലാണ് MR അജിത് കുമാർ, അതായത് IPS ഉദ്യോഗസ്ഥനായ MR അജിത് കുമാർ ആയിരുന്നു എക്സൈസ് കമ്മീഷണർ സ്ഥാനം ഇതിന് തൊട്ട് മുൻപ് വഹിച്ചിരുന്നത്. എന്നാൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് വന്നതിന് പിന്നാലെ IAS ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഇത്തരത്തിൽ ഈ ഒരു തസ്തികയിൽ നിയമനം നടത്താവുള്ളൂ എന്ന് നിഷ്കർഷിച്ചൊരു സാഹചര്യത്തിലാണ് പ്രധാനമായും MR അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നത്. തുടർന്ന് പിന്നീട് ഇതുവരെ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ നിയമിച്ചിട്ടുമില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ഇത്തരത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തിലടക്കം ഇത്തരത്തിൽ പുനർനിയമനങ്ങളും തസ്തിക മാറ്റങ്ങളും എല്ലാം തന്നെ നടത്തിയപ്പോഴും തന്നെ എക്സൈസ് കമ്മീഷണറുടെ റോളിലേക്ക് ഒരു IAS ഉദ്യോഗസ്ഥനെ പോലും കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഈ ഒരു മാസങ്ങൾ പിന്നിടുമ്പോഴും നിലവിൽ ലഹരി മാഫിയക്കെതിരെ പിടിമുറുക്കുന്ന ഘട്ടത്തിലും എത്തുമ്പോഴേക്കുമാണ് എക്സൈസ് കമ്മീഷണർ സ്ഥാനത്തേക്ക് ഒരു ആളെ കൊണ്ട് ഇത്തരത്തിൽ നിയമിക്കാതെ സർക്കാർ ഇങ്ങനെ മെല്ലെപ്പൊക്കെ നയം തുടരുകയും ചെയ്യുന്നത്. നിലവിൽ അഡീഷണൽ കമ്മീഷണർക്കാണ്, നിലവിൽ എക്സൈസ് കമ്മീഷണർക്ക് തന്നെയാണ് നിലവിൽ ഭരണ ചുമതല നൽകി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊരു IAS ഉദ്യോഗസ്ഥനാണ്. പക്ഷേ എന്നാൽ പൂർണ്ണ ചുമതല നൽകി എക്സൈസ് കമ്മീഷണറുടെ സ്ഥാനത്തിരിക്കാൻ ഒരു IAS ഉദ്യോഗസ്ഥനെ കൊണ്ടുവരാത്തത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്നുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. പ്രധാനമായും ഇനി സ്കൂൾ തുറക്കലുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഹരി സ്ക്വാഡ് ഇറങ്ങണം, ഇത് സംബന്ധിച്ച സർക്കുലർ ഇറക്കണം. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കാൻ വകുപ്പ് തലത്തിൽ മുകളിലൊരു എക്സൈസ് കമ്മീഷണർ സ്ഥാനത്തൊരു ഔദ്യോഗിക റോളിൽ ഒരു IAS ഉദ്യോഗസ്ഥനില്ലാത്തത് നിലവിൽ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെ മറവിൽ ഇപ്പോൾ നടക്കുന്നത് കൂട്ടസ്ഥലമാറ്റമാണ്. താഴെത്തട്ടിലുള്ള ജീവനക്കാരെ കൂട്ടസ്ഥലം മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രധാനമായി എക്സൈസ് ഇൻസ്പെക്ടർ, സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ, ഒപ്പം തന്നെ സിവിൽ എക്സൈസ് ഓഫീസർമാർ തുടങ്ങിയ തസ്തികകളിൽ കൂട്ടസ്ഥലമാറ്റമാണ് നടക്കുന്നത്. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വ്യാപകമായി സ്ഥലമാറ്റം നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ താഴെത്തട്ടിലുള്ള സ്ഥലമാറ്റം നടക്കുന്നതല്ലാതെ എക്സൈസ് കമ്മീഷണറുടെ സ്ഥാനത്തേക്ക് ആ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരാത്തതിൽ വിമർശനം ഇപ്പോൾ തന്നെ വ്യാപകമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ എക്സൈസ് വകുപ്പിലെ മറ്റുദ്യോഗസ്ഥരും ഈ പ്രതിസന്ധി നേരിടുന്നു. പ്രധാനമായി ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ പ്രതിസന്ധിയിൽ തട്ടി എക്സൈസ് വകുപ്പ് ഇപ്പോൾ നിൽക്കുന്നത്. അശ്വതി, രോഹിണി.